Hello everyone, welcome back to Tech Village. സൂര്യൻ അതാണ് എൻ്റെ കൺസെപ്റ്റ്. അത് മാത്രമല്ല ഈ ഡോറിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് യുദേവ് സൂര്യനും അതിനടുത്തുള്ള ആ ഒരു ഇതാണ് എല്ലാം ഒരു ഏൻഷ്യൻ പീസാണ്. അതിവിടെ നമുക്ക് മറ്റേ ഇതിൻ്റെ ടോർച്ച് പറ്റും. ഇത് സ്പോട്ട് ലൈറ്റ്സ് ആണ്. സ്പോട്ട് ലൈറ്റ് യൂസ് ചെയ്ത് ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോട്ട് ലൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ UV ഷീറ്റ് യൂസ് ചെയ്താണ് ഇതെല്ലാം വെച്ചേക്കുന്നത്. ഇത് ലൂവേഴ്സ് ആണ്. ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു നമ്മുടെ വഴി. ഇത് എവിടെ നിന്നാണ് മേടിച്ചത്? ഇത് നമ്മളിവിടെ കേരളത്തിൽ തന്നെയാണ്. അതായത് ഈ വരുന്ന ഇത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരണം. ഗോൾഡൻ ടൈപ്പ്. അതെ, ഗോൾഡൻ ടൈപ്പ്. ഒരു ഉരുളി കമുത്തിയത് പോലെ ഉണ്ടല്ലേ? അതെ, അത് ആ ഇതുമായിട്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യുന്നത്. ഇത് ഇതിനെന്താന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്. അതെ, ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്, അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻഡോർ പ്ലാന്റ്. അതുപോലെ ഇതും മാർബിളാണ്. ഓ, അത് മാർബിളാണ്. അതെ, ഇത് റീഫിൽ ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, ഇത് ഞാൻ അവിടുന്ന് ഐക്കിയെന്ന് വാങ്ങിയാണ്. ഇത് മറ്റേ ബാമ്പുവിൻ്റെ ടിഷ്യൂ ബോക്സ് അല്ലേ? നാച്ചുറാലിറ്റി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാമ്പുവിൻ്റെ ടിഷ്യൂ തന്നെ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി വീട് ആദ്യം ഡിസൈൻ ചെയ്തപ്പോൾ 5 ബാത്റൂം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 5 ബാത്റൂം എന്ന് പറയുമ്പം ഒരെണ്ണം കോമണും ബാക്കി എല്ലാ 4 റൂമുകൾക്കും ഓരോ ബാത്റൂം വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കോസ്റ്റാണ്. ഒരു ബാത്റൂം എക്സ്ട്രാ വരുമ്പോൾ അത്രയും കോസ്റ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ എഞ്ചിനീയറുമായിട്ട് സംസാരിച്ചു എങ്ങനെയെങ്കിലും ആ ഒരു കോസ്റ്റ് കുറയ്ക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ വിചാരിച്ചപ്പോൾ ഇവിടെ ഒരു റൂമിൻ്റെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. ഇത് കോമൺ ആയിട്ടാണ് വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് എൻ്റെ എഞ്ചിനീയർ സജസ്റ്റ് ചെയ്തത് എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു കോമൺ ബാത്റൂം മാത്രം വെച്ചിട്ട് നമുക്കത് റൂമിനകത്ത് കൊണ്ടുവരുന്ന രീതിയിൽ ചെയ്തുകൂടാ എന്നുള്ളൊരു ഐഡിയ വന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ബാത്റൂം നമ്മളെടുത്ത് കളഞ്ഞതിന് ശേഷം ഒരൊറ്റ ബാത്റൂമിനെ നമ്മൾ കോമൺ ആക്കിയും റൂമാക്കിയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഇതിപ്പോൾ റൂമാണ്, ഇതിനകത്ത് ഒരു ബാത്റൂം ഉള്ളതാണ്. നമുക്ക് തുറന്നു നോക്കാം. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാത്റൂം ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ആ ബാത്റൂം. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ ഇതൊരു കോമൺ ബാത്റൂം ആകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ 2 കട്ടളയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്.
ഈ ഒറ്റ ഡോർ തന്നെ ഈ 2 കട്ടളകളിലും അടയും. ഇപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു റൂം ഐസൊലേറ്റ് ആയി. ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഒരു കോമൺ ബാത്റൂമാണ്. നമുക്ക് ഇവിടെ വന്നിരുന്ന ഗസ്റ്റുകൾക്ക് ഈ റൂമിനെ ഇതിലുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ബാത്റൂമിൽ പോകാം. ഇനി രാത്രിയായി നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ക്ലോസ് ചെയ്താൽ മാത്രം മതി. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? ഇത് ഗസ്റ്റ് റൂമാണ്. ഞാൻ സ്കൂളിനെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ കോഴ്സ് ചെയ്തു. ആ കുട്ടിയെ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഈ ബെഡ് എടുത്ത് കഴിഞ്ഞാൽ ബെഡിൻ്റെ 2 സൈഡിലായിട്ടാണ് എല്ലാ സ്വിച്ചുകളും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ എല്ലാ ഇതും അവിടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് വേണ്ടി വേറെ 2 കുബിയ സ്വിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ രീതിയിൽ നമുക്ക് സ്വിച്ചുകൾ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ വേറൊരു നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചതാണ് ഈ കൺട്രോൾ. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളിപ്പം ലൈറ്റ് അണച്ചു കഴിഞ്ഞാൽ ഇത് എപ്പോഴും അണഞ്ഞ് കിടക്കില്ല. ചെറുതായിട്ട് ഒരു വെട്ട അങ്ങനെ കട്ടില്ല. അപ്പോൾ നമുക്ക് കട്ടിലിൽ നിന്ന് എഴുതുന്നവർക്ക് അറിയാൻ ഈ ഭാഗത്താണ് നമ്മുടെ ഈ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്ക് വാഷ്റൂമിൽ പോയിട്ട് തട്ടി വീഴാതെ വെക്കാം. ഇതിപ്പോൾ നമ്മൾ അണച്ചു കഴിഞ്ഞാൽ അത് ചെറിയൊരു വെട്ടത്തിൽ ഇങ്ങനെ ഇവിടെ ഇനി കബോർഡ് ചെയ്യാനുണ്ടല്ലേ? അതെ, ഇവിടെ കബോർഡ് ചെയ്യാനുണ്ട്. ഡ്രസ്സിങ് ആയതുകൊണ്ട് ഒരു കബോർഡ് അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് ഡിസൈനുകൾ കുറച്ചുകൂടെ നോക്കിയിട്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഗസ്റ്റ് റൂം ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഇന്ത്യൻ ഷവർ വെച്ചിട്ടില്ല. നമ്മളിവിടെ മിക്സർ ടാപ്പറാണ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷവറുകൾ ഏകദേശം ഒരു 2-3 കൊല്ലത്തോടു കൂടി അതിനകത്ത് ഷവർ അടയുകയും അതിനകത്ത് പ്രോപ്പറായിട്ട് വെള്ളം വരാതിരിക്കുകയും. വെട്ടത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഈ വീട് ഡിസൈൻ ചെയ്യുന്നത്. എല്ലാവരും ഗ്ലാസ്സിൽ എല്ലാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് CNC കട്ടിങ് തിരഞ്ഞെടുക്കുന്നത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ. CNC കട്ടിങ് വേറൊരു കാര്യം പ്രത്യേകിച്ചുണ്ട്. എപ്പോഴും കളർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ചെറുതാണെങ്കിലും ഒരു ബാൽക്കണി ബാൽക്കണി എന്ന് പറയുന്നത് എക്സ്റ്റൻഡ് ബാൽക്കണിയാണ്. പക്ഷേ ചെറുതെന്നല്ല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീടിൻ്റെ റൂമ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഒരു റൂമിൽ നമ്മൾ ഒരു അലമാര അലമാരയുടെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്.
വളരെ സ്പേഷ്യസ് ആണത്. ഇവിടെ ഒരു ഫുൾ ഡ്രസ്സിങ് ആയിട്ട് ഫുൾ ഒരു ഗ്ലാസ് കൊടുക്കും. വാഷ്റൂമിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഡ്രസ്സിങ് ഏരിയ വന്ന് ഡ്രസ് ചെയ്ത് നമുക്ക് വെളിയിലോട്ട് പോകാം. ആ രീതിയിലാണ് ജോൺസന്റെയാണ് യൂസ് ചെയ്തത്. അതെ, ജോൺസൺ. അത് ക്ലിയർ ചെയ്ത് ബാൽക്കണിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വീട്ടിൻ്റെ ഏകദേശ വ്യൂ എല്ലാം നമുക്ക് കിട്ടും. ആരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പെട്ടെന്ന് കാണാൻ പറ്റും. അത്യാവശ്യം കുശലങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഇത്. അതുപോലെ സിറ്റ് ഔട്ടിലെ വ്യൂ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും സിറ്റ് ഔട്ട് ഇരുന്നാലും വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്പേസാണ്. ഈ സ്പേസിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആരാണ് വരുന്നത്, അതുപോലെ വീട്ടിലെ മുറ്റത്ത് നിൽക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ അവരുമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റും. അതല്ല, ഇവിടെ വളരെ കാമൻ ക്വയറ്റാണ്, നല്ല കാറ്റും കിട്ടും. അതുപോലെ തന്നെ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു സ്പേസാണ്. ഇതെൻ്റെ ബെഡ്റൂമിൽ നിന്നുള്ള ഡയറക്റ്റ് ആക്സസ്. അല്ല നില്ല ഇത് റെക്കോർഡ് കൊടുത്ത കൊടുത്താ പെരയിടം ഈ വീട് വയ്ക്കുന്നവരുടെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ് വേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആ വേസ്റ്റ് നമ്മൾ എഫക്റ്റീവായിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിവൈസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10 സെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു കുഴിയെടുത്ത് വേണമെങ്കിൽ വിടാം. പക്ഷേ അവിടെയൊക്കെ ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്പോൾ അതെല്ലാം നമുക്ക് ഇത് മുക്തമാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ. ഇതാണ് പ്രോ ട്രെയിൻ എന്നാണ് ഈ കമ്പനിയുടെ പേര്. ബ്ലേഡുകളാണ്. ആ ബ്ലേഡിന് 10 കൊല്ലം വാറണ്ടിയും ഈ ഡിവൈസിന് 2 കൊല്ലം വാറണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റുകൾ അപ്പോൾ ഇതിനകത്ത് ഇടാൻ പാടില്ലാത്തൊരു 5 സാധനങ്ങളുണ്ട്. പിസ്തക്കിൻ്റെ തോട്, അതുപോലെ കൂടുതൽ ഫൈബർ കണ്ടന്റ് ഉണ്ടാകുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ മുട്ടത്തോട്, അതുപോലെ തന്നെ വാഴപ്പിണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഇടാൻ പാടില്ല. ബാക്കി ഏത് ഹാർഡായിട്ടുള്ള സാധനം ഇട്ടാലും ഇത് അരച്ചതിനെ ജ്യൂസാക്കി നമ്മുടെ വേസ്റ്റ് കൊടുക്കും. നമ്മൾ ഇതിന് വേണ്ടത് നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വേസ്റ്റ് പോകുന്നത് വരെ നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മളതിൽ കാണിക്കാനില്ല, പക്ഷേ എങ്കിലും ഉള്ളത് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ വെള്ളം തുറന്നു വിടുക. ഇനി നമ്മുടെ മോട്ടർ ഇടുക. ഇത് അവിടെ ഒരു സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് ഇത് ഓണാണ് കിട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ ഇതിനകത്ത് ഇട്ടതിന് ശേഷം ഈ ഒരു സാധനം യൂസ് ചെയ്ത് അടിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ ജ്യൂസാക്കി. ഇപ്പോൾ മീനിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എല്ല്, മട്ടൻ്റെ എല്ല് എന്തുണ്ടെങ്കിലും നമുക്കിത് വഴി ഇതുപോലെ കളയാം. നിമിഷ നേരം കൊണ്ട് തന്നെ അത് കഴിയും. പക്ഷെ നമ്മളിങ്ങനെ വെള്ളം എപ്പോഴും തുറന്നു വിട്ടേക്കണം. അതിൻ്റെ ഒരു റിക്വയർമെൻ്റാണ്. ഇതിനകത്ത് 3 ബ്ലേഡുകളാണ് ഉള്ളത്. നിങ്ങളുടെ കുറച്ച് തിരക്കി വന്നു.
താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.